നമസ്കാരം. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇവയെല്ലാം ആരോപണ പ്രത്യാരോപണം എന്ന് വേണം പറയാൻ, തിരിഞ്ഞുപോയതാണ്, ക്ഷമിക്കുക. ആരോപണ പ്രത്യാരോപണങ്ങൾ, പ്രത്യേകിച്ച് തമിഴക വെട്രിക്കഴകത്തിനെ ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങളും അതിൻ്റെ മറുപടികളും ചൂടുപിടിച്ച് വരികയാണ്. അതിൽ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഈ ഒരു വെറുതെ കാര്യമില്ലാത്ത ഒരു ചുരുക്കം ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ അധികാരത്തിലേറിയിട്ട് എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത്, ആ സർക്കാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ, വിമർശനത്തിന് വിധേയമാകാവുന്ന ചില പ്രവർത്തികൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിലൊന്ന്, വിജയുടെ ആരാധകരായിരുന്ന, ഇപ്പോൾ അണികളായി മാറിയിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ തിളച്ചു മറിയുന്ന വിഭാഗത്തെ നിയന്ത്രിക്കുവാൻ വിജയ്ക്കാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയ എതിരാളികളെ, വിജയ് ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്നവരെ, അത് കാര്യമുണ്ടായിട്ടോ കാര്യമില്ലാതെയോ വിമർശിക്കുന്നവരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുന്നതിൽ നിന്ന് തുടങ്ങി വ്യാജ പ്രചരണങ്ങളിലൂടെ വിജയുടെ അല്ലെങ്കിൽ വിജയുടെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് വരെ അവരുടെ പ്രവർത്തികൾ എത്തി നിൽക്കുന്നു. അതിലും ഈ കീർത്തനെ പോലുള്ള മന്ത്രിമാർ അവരുടെ നിയമനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ പോലും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഞാനതിലേക്ക് വരാം. മന്ത്രിമാരുടെ നിയമനം സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പറയുമ്പോൾ. ഇപ്പോൾ ഉള്ള പ്രധാന വിഷയം വിജയെ ചുറ്റിപ്പറ്റിയുള്ള വ്യാജ പ്രചരണങ്ങളും വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ചില നടപടികളിലെ പാളിച്ചകളുമാണ് ഈ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. ഈ വിമർശനങ്ങൾക്ക് ഉത്തരങ്ങളായി വരുന്നത് പലപ്പോഴും വിജയുടെ ഭാഗത്ത് നിന്ന്, വിജയുടെ അണികളുടെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പച്ചത്തെറിയാണ്. വിജയ് നേരിട്ട് പ്രതികരിക്കുന്നതേയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആദ്യത്തെ കാര്യം, ഈ ഒരു വ്യാജ പ്രചരണങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം നാം എല്ലാം വായിച്ചതാണ് ദുഃഖകരമായൊരു വാർത്ത. 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരു ക്രൂരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ആ വിഷയവുമായി സംബന്ധിച്ച് പ്രധാനമായും വിജയുടെ ആരാധകരുടെ ഭാഗത്ത് നിന്ന്, ആരാധകർ എന്ന് തന്നെ അവരെ വിളിക്കണം, കാരണം രാഷ്ട്രീയ അണികളുടെ ഒരു പക്വത അവർ ഇപ്പോഴും കൈവരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു പ്രധാന വ്യാജ പ്രചരണം, ആ വിഷയവുമായി സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിരിച്ചു കളിച്ചിരിക്കുന്ന, പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു ദൃശ്യം നാം എല്ലാം കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെയധികം പ്രചാരം നേടിയൊരു ദൃശ്യമാണത്. ആ 3 ഉദ്യോഗസ്ഥരെയും വിജയ് നിർദാക്ഷിണ്യം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വ്യാജ വാർത്ത വിജയുടെ അണികളുടെ ഭാഗത്തു നിന്ന്, ആരാധകരുടെ ഭാഗത്തു നിന്ന് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. അത് സത്യമല്ല. അവരിതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അവർ അതേ ചുമതലകളിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഒന്നാമത്തെ വ്യാജ വാർത്ത. രണ്ടാമത്തെ വ്യാജ വാർത്ത, ഈ കോയമ്പത്തൂർ സംഭവത്തെ സംബന്ധിച്ച് വിജയ് ആ പെൺകുട്ടിയുടെ കുടുംബത്തോട് നേരിട്ട് സംസാരിച്ചു. അത് സത്യമാണ്. സംസാരിച്ചപ്പോൾ വിജയ് ഒരു ഉറപ്പ് കൊടുത്തു. ആ പെൺകുട്ടി, ഇരയായ പാവം പെൺകുട്ടിയെ അനുഭവിച്ച അതേ വേദന തന്നെ കുറ്റവാളിയും അനുഭവിക്കും എന്നുള്ള ഉറപ്പ് വിജയ് സിനിമ സ്റ്റൈലിൽ കൊടുത്തു എന്നുള്ള രീതിയിലും ഈ ന്യൂസ് കാർഡ് അടിച്ച് ഇവർ പ്രചരിപ്പിച്ചു. അതും വ്യാജമാണ്. വിജയ് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ കൈക്കൊണ്ട് അതിവേഗം ഈ ക്രിമിനലിന് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ നിയമപരമായി ഉറപ്പാക്കും എന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇത്രയും സത്യമാണ്. മറ്റ് പ്രചാരണങ്ങളെല്ലാം വ്യാജമാണ്. വിജയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ ഫീഡിൽ വരുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എൻ്റെ ഫീഡിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഒരു ന്യൂസ് കാർഡ് പോലെ വരുന്നുണ്ട്. ജോസഫ് വിജയ്ക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് നമുക്ക് കയ്യടി കൊടുക്കാം, 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ആ പെൺകുട്ടി അനുഭവിച്ച അതേ വേദന തന്നെ കുറ്റവാളിയും അനുഭവിക്കുമെന്ന് ജോസഫ് വിജയ് കുടുംബത്തിന് ഉറപ്പ് നൽകി, കൈയടിക്കാം നമുക്ക്. ഇതിൻ്റെ ഒരു സ്ഥിരം പാറ്റേണിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഘടനാക്രമമുള്ള രീതിയിലാണ് ഈ ന്യൂസ് കാർഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായി ഒരു IT സെൽ പോലുള്ളൊരു സംവിധാനം പടച്ചുവിടുന്ന വ്യാജ വാർത്തകളാണെന്നുള്ളത് ഉറപ്പാണ്. ഇത് വ്യാജ വാർത്തകളെ സംബന്ധിച്ചുള്ളത്. കാരണം വിജയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും വിജയുടെ അധികാരത്തിലേക്കുള്ള നടന്നു കയറ്റത്തെക്കുറിച്ചും റീൽസ് രാഷ്ട്രീയമാണ് എന്നുള്ളൊരു ആരോപണം ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എതിരാളികൾ ഉന്നയിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ വ്യാജ വാർത്തകളിലൂടെ വിജയുടെ ആരാധകർ നടത്തുന്നത്. അതൊരു വശത്ത്. മറുവശത്ത് വിജയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ വിജയുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ചില
വീഴ്ചകളുണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു വിഷയം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് വെച്ചാണ് വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാരണം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിൻ്റെ കീഴിൽ ബലാത്സംഗങ്ങൾ ഒരു ഏറെക്കുറെ നാട്ടിൽ ഒരു മഹാമാരി പോലെ പടർന്നു പിടിച്ച കുറ്റകൃത്യമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു വിഷയത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടാണ് വിജയ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെ നേരിട്ട് അധികാരത്തിലെത്തിയ വിജയ് ആദ്യം ഒപ്പിട്ട സർക്കാർ ഉത്തരവ് സിംഗപ്പെണ്ണെ എന്നൊരു സ്ക്വാഡ് ഉണ്ടാക്കും, സിംഗപ്പെൺ പടൈ എന്നുള്ളൊരു സ്ക്വാഡ് ഉണ്ടാക്കും. നമ്മുടെ പിങ്ക് പോലീസ് പോലുള്ള സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കുറേ കൂടി കാര്യക്ഷമമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കും. അതിൻ്റെ ഒരു ഉദ്ഘാടനം, ആ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ സിംഗപ്പൻ പടയുടെ തുടക്കം ഇന്നലെ ആകേണ്ടതായിരുന്നു. ഇന്നലെ മെയ് 29 അല്ലെയല്ല 2 ദിവസങ്ങൾക്ക് മുമ്പ്. ആ ദിവസം രാവിലെ 10 മണിക്കായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ചില ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാൽ ആ ഉദ്ഘാടനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു. മെയ് 29-ാം തീയതി രാവിലെ തലേ ദിവസമല്ല, അന്ന് രാവിലെയാണ് മാധ്യമങ്ങൾക്ക് ആ അറിയിപ്പ് ലഭിക്കുന്നത്. അത്രയും കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പോലീസിലെ പരിചയസമ്പന്നർ നമ്മളോട് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസത്തെയെങ്കിലും പരിശീലനം ആ ഇത്തരത്തിലുള്ള സ്ക്വാഡുകളിലുള്ളവർക്ക് നൽകപ്പെടണം. ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനും എങ്ങനെ വേണം അവരുടെ ഒരു മാർച്ച് പാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രദർശനമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പെരുമാറണം, അവരുടെ യൂണിഫോം ഏത് രീതിയിൽ വൃത്തിയായിരിക്കണം, എങ്ങനെ ധരിക്കണം, അതിൻ്റെ ഒരു ടേണപ്പ് എന്ന് പറയും. ആ ടേണപ്പ് എത്രത്തോളം വൃത്തിയായിട്ടുള്ളതായിരിക്കണം, ഒരു പ്രദർശന യോഗ്യമായിരിക്കണം എന്നുള്ള തരത്തിലാണ് ഉള്ള ഒരു പരിശീലനം അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസങ്ങളെങ്കിലും നൽകിയാലേ അത് സാധ്യമാകുകയുള്ളൂ. ആ പരിശീലനം നൽകി അവരെ തയ്യാറാക്കി എന്നുള്ളത് ശരിയാണ്. അതിലെന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശിച്ച രീതിയിൽ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ വേണമെങ്കിൽ ഇത്തരത്തിലൊരു ഉദ്ഘാടനം മാറ്റിവെച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആ അനുമാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് അന്ന് രാവിലെ 10 മണിക്ക് വിജയുടെ ഏറ്റവും വിശ്വസ്തനായ, വേണമെങ്കിൽ വിജയുടെ മാനേജർ എന്നോ PRO എന്നോ വിളിക്കാവുന്ന ജഗദീഷ് പളനിസ്വാമിയുടെ വീടിൻ്റെ പാലുകാച്ചൽ പട്ട് വേഷ്ടിയും പട്ട് കുപ്പായവും അണിഞ്ഞ് കോട്ടൊക്കെ മാറ്റി വിജയ് വളരെ സുന്ദരനായി പ്രത്യക്ഷപ്പെട്ടു പോയി പങ്കെടുത്തിട്ട് വന്ന ആ സ്വകാര്യ ചടങ്ങിൽ. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ജഗദീഷ് പളനിസ്വാമിയുടെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നത് കൊണ്ടാണ് ഈ സിംഗപ്പൻ പടയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ സിംഗപ്പൻ പടയെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടി വിജയ് മാറ്റിവെച്ചത് എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമാണ്. അതിനെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മുൻപിൽ സാധൂകരിക്കുന്ന യാതൊരു വസ്തുതയും തമിഴക വെട്രിക്കഴകം സർക്കാർ ഇതുവരെ വെച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അവിടെയും പ്രശ്നം ഈ വ്യാജ പ്രചരണമാണ്. സിംഗപ്പൻ പട ഒരുക്കാത്തത് ആത്യന്താധുനികമായ AK-47 കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടിയാൽ ഉടൻ അണ്ണൻ സിംഗപ്പൻ പടയെ ഇറക്കി വിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊല്ലും എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ Xൽ നടത്തിക്കൊണ്ട് വിജയുടെ ആരാധകർ ഇറങ്ങിയിട്ടുണ്ട് ഒരു വശത്ത്. അവിടെയും പ്രശ്നം വിജയ്ക്ക് നേരെ ഉണ്ടാക്കുന്നത് ആരാധകർ തന്നെയാണ്. ഈ പ്രശ്നത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മന്ത്രിമാരുടെ നിയമനം സംബന്ധിച്ച് ഉള്ള കാര്യത്തിലേക്ക് വരാം. ഈ മന്ത്രിമാരുടെ നിയമനം, MLA-മാരുടെ തിരഞ്ഞെടുപ്പ്, ഇതെല്ലാം സംബന്ധിച്ച് നിയോജക മണ്ഡലങ്ങളിലൊന്നും 108 മണ്ഡലങ്ങളിൽ വിജയിച്ച 107, ഒരെണ്ണം തൃച്ചി ഇപ്പോൾ വിജയ് രാജിവെക്കും, 107 മണ്ഡലങ്ങളിൽ വിജയിച്ചതിൽ വിജയ് മത്സരിച്ച മണ്ഡലത്തിലൊഴികെ മറ്റേ ഒരു മണ്ഡലത്തിലും വിജയ്ക്ക് വോട്ട് ചെയ്തവർക്ക് അവരുടെ MLA സ്ഥാനാർത്ഥി ആരാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. കാരണം നോർത്ത് ചെന്നൈയിൽ താമസിക്കുന്ന ആൾക്കാരാണ് സൗത്ത് ചെന്നൈയിൽ പോയി മത്സരിച്ചത്. അവരെല്ലാം വിസിൽ ചിഹ്നത്തിനാണ് വോട്ട് ചെയ്തത്, വിജയ്ക്കാണ് വോട്ട് ചെയ്തത്. അതൊരു വാസ്തവമാണ്, അംഗീകരിച്ചേ മതിയാകൂ. പക്ഷേ അങ്ങനെ അംഗീകരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ആ MLA-മാരുടെയും മന്ത്രിമാരുടെയും തിരഞ്ഞെടുപ്പിൽ വിജയ് കൂടുതൽ ശ്രദ്ധ പുലർത്തണം. കാരണം ജനങ്ങൾ വിജയെ മാത്രം വിശ്വസിച്ചാണ് ഈ 107 MLA-മാരെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷേ മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വലിയ പാളിച്ചകൾ ചില മേഖലകളിൽ വിജയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നറിയുവാൻ കഴിയുന്നു. കാരണം ജൂനിയർ വികടൻ തമിഴക വെട്രിക്കഴകത്തിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു IT വിങ്ങോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സാംസ്കാരിക സംഘടനയോ ആയ പെൺനിരൂപണം, പെണ്ണെന്നാണ് തമിഴിലത് പറയുന്നത്, PEN ആണ് അതിൻ്റെ ഒരു ചിഹ്നവും, ഒരു പേനയാണ്.
പെണ്ണെന്നാണ് എഴുതുന്നതെങ്കിലും പെണ്ണെന്നാണ് പറയുന്നത്. പെൻ എന്ന സംഘടനയുടെ അതിൻ്റെ ഒരു ഉടമ എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ മരുമകനായ ശബരീശനാണ്. ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന കല എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുവാനായി തമിഴക വെട്രിക്കഴകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആദവ് അർജുനയുമായി, വിജയുടെ ഏറ്റവും വിശ്വസ്തനും ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗവുമായ ആദവ് അർജുനയുമായി, സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനായ ആദവ് അർജുനയുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കല. ഈ കലയുടെയും ആദവ് അർജുനയുടെയും തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ITAI എന്നൊരു വിഭാഗം, AI പുതിയതായിട്ട് സ്ഥാപിച്ചൊരു മന്ത്രിസഭാ വകുപ്പാണ്, പുതിയതായിട്ട് ഈ സർക്കാർ കൊണ്ടുവന്നൊരു വകുപ്പാണ്. ITയുടെയും AIയുടെയും ചുമതല കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിക്കാണ് നൽകിയിരിക്കുന്നത്. ആ വ്യക്തിയുടെ പ്രവർത്തന പരിചയം തീരെയില്ല. അത് ഈ MLAമാരുടെ കാര്യത്തിലെല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഈ കുമാറിൻ്റെ മകനായ പൃഥ്വിയും നേരത്തെ തന്നെ DMKയോട് വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നയാളാണ്. ഇവരുടെ സ്വാധീനത്തിലാണ് ഇപ്പോൾ വിജിലൻസിലും ഈ ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടല്ലോ, ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം ചുമതല വഹിക്കുവാനായിട്ട് അരുൺ എന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുന്നത്. അതൊരു നിയമനം മാത്രം. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഈ അരുൺ എന്നുള്ള വ്യക്തി കഴിഞ്ഞ 28 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടാകാത്ത ആരോപണങ്ങളില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി കൃത്യമായി വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിൽ തന്നെ കളങ്കമാണ് എന്ന് സെൻഷർ ചെയ്യുന്ന, അതായത് കഠിനമായി ഞങ്ങൾ ഇതിനെ വിമർശിക്കുന്നു എന്ന തരത്തിൽ വിധിയിൽ എഴുതുന്ന തരത്തിലുള്ള നടപടികൾ നേരിട്ടിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അരുൺ. അതായത് 1 രൂപ പോലും എൻ്റെ കീഴിലുള്ള ആരെയും കൈക്കൂലി വാങ്ങുവാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ 1 രൂപ പോലും വെട്ടിക്കുകയുമില്ല എന്ന പ്രഖ്യാപനവുമായി, അതും സത്യപ്രതിജ്ഞ ദിവസം തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനവുമായി അധികാരത്തിലേറിയ വിജയുടെ കീഴിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന മന്ത്രിമാരും, ആ മന്ത്രിമാരെ തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടല്ലോ, ഒരു സംഘം, ആ സംഘവും വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്യന്തം ഒരു അഴിമതിയിൽ കുളിച്ച് കിടക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് എതിരാളികൾ പറയുന്നത്. ഏറെക്കുറെ അതിൽ സത്യമുണ്ട് താനും. കാരണം ആദവ് അർജുന എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ തമിഴക വെട്രിക്കഴകത്തിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് തന്നെ നിരവധി സംശയങ്ങൾ ഉരുത്തിരിഞ്ഞത്. കാരണം തിരുമാവളവനെ പോലുള്ളൊരു വ്യക്തിയുടെ വിടുതലേശ്വരത്തെ കക്ഷി DMKയോട് ഒട്ടി നിന്ന് അവരോട് വിധേയത്വം ഭാവിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് പുറത്തു വന്ന് തമിഴക വെട്രിക്കഴകത്തിൽ ചേർന്ന ആദവ് അർജുന 107 സീറ്റുകളോടുകൂടി വിജയി അധികാരത്തിലെത്തുവാനുള്ള മാർഗം തുറന്നു കൊടുത്തത് തിരുമാവളവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ DMKയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുവന്നാണ്. തിരുമാവളവൻ ഇപ്പോഴും DMK പ്രവർത്തകരെ DMK തോഴന്മാരെന്ന് വിളിക്കുന്നത് ഈ നമ്മുടെ സുഹൃത്ത് എന്നുള്ള തോഴനല്ല, സഖാവ് എന്നുള്ള തോഴനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇവിടെ സഖാവ് എന്ന് വിളിക്കുമ്പോൾ അവിടെ തോഴ എന്നാണ് അവർ പരസ്പരം വിളിക്കുന്നത്. ഇത്തരത്തിലാണ് തമിഴകത്തിൻ്റെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ പ്രചരണങ്ങൾ, മന്ത്രിമാരുടെ നിയമനത്തിലും ചില കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിലും ഉണ്ടാകുന്ന പാളിച്ചകൾ, ഇതെല്ലാം വിജയുടെ ഭരണകൂടത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കരിനിഴലുകളായി തമിഴ് രാഷ്ട്രീയത്തിൽ വ്യാപിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK യുവജനങ്ങളെ സംഘടിപ്പിച്ച് വിവിധ പരിപാടികൾ തമിഴ്നാട്ടിലൊട്ടാകെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പരിപാടികളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിജയുടെ ആരാധകർ എതിരാളികളെ വിമർശിക്കുമെന്ന്. ഒന്നുമല്ല ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ DMKയുടെ പൊതുസമ്മേളനത്തിൻ്റെ വേദികളിൽ അവരുടെ പ്രാദേശിക നേതാക്കൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ. കാരണം ചെവി ആസിഡ് ഒഴിച്ച് കഴുകിയാലും വൃത്തിയാകില്ല എന്നുള്ള തരത്തിലുള്ള ഭാഷയായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അവരുടെ യുവജന സംഘടനകളും അങ്ങനെ തന്നെയാണ്. ജെൻസി മീറ്റിങ്ങുകളിൽ ഈ പ്രവൃത്തികളെ സംബന്ധിച്ച്, ഈ വീഴ്ചകളെന്നിപ്പോൾ ചൂണ്ടിക്കാട്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടും. ഒപ്പം വിജയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാനുള്ള സകല ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ പറയുന്നു, വിജയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ ചിലത് ചെയ്തിട്ടുണ്ട്. ഒന്ന്, തിരുച്ചെന്തൂരിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രി പോയി കൈക്കൂലി അവിടെ വാങ്ങുന്ന ദർശനത്തിനായിട്ട്, സ്പെഷ്യൽ VIP ദർശനത്തിനായിട്ട് കൈക്കൂലി വാങ്ങുന്ന കാര്യം പിടിച്ച് അതിനെതിരെ നടപടിയെടുത്തത്. ഒപ്പം ഈ ഗവൺമെൻറ് കരാറുകൾക്ക്, സർക്കാർ കരാറുകൾക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ,
നടപടികൾ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിലോ 6 മാസങ്ങൾക്കുള്ളിലോ അത് കരാറിൻ്റെ വലിപ്പമനുസരിച്ച് നിങ്ങൾക്ക് കരാറുകൾ അനുവദിക്കപ്പെടും എന്നുള്ള ഒരു തീരുമാനം വിജയുടെ ഭാഗത്ത് നിന്ന് എടുത്തു. പിന്നെ റൈറ്റ് ടു സർവീസ് ആക്ട് എന്നുള്ളൊരു നിയമം അദ്ദേഹം പ്രാവർത്തികമാക്കാൻ പോവുകയാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ റൈറ്റ് ടു സർവീസ് ആക്ട്, അതായത് നിങ്ങൾക്കോ എനിക്കോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അർഹതപ്പെട്ട ഒരു സേവനം ലഭ്യമാകുന്നതിൽ എന്തെങ്കിലും താമസമുണ്ടായാൽ അതിനെതിരെ നമുക്ക് പരാതിപ്പെടുകയും നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ റൈറ്റ് ടു സർവീസ് ആക്ടിൻ്റെ ഒരു രത്നച്ചുരുക്കം മേലോട്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ അത് നിയമപരമായി നടപ്പാക്കുക എന്നുള്ളത് ഒരു ന്യൂനപക്ഷ മന്ത്രിസഭയായിരിക്കുന്ന വിജയുടെ മന്ത്രിസഭയ്ക്ക് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. പക്ഷേ അതും ഒരു നല്ല നടപടിയാണ്. നല്ല നടപടികൾ എടുക്കുമ്പോൾ അതും പറയണമല്ലോ, കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ. പക്ഷേ ഈ നല്ല നടപടികളെയെല്ലാം മറയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഗുണഗണങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ ഈ നല്ല കാര്യങ്ങൾ എത്താത്ത തരത്തിലാണ് ഈ വീഴ്ചകളുടെയും പാളിച്ചകളുടെയും ഈ ആരാധകന്മാരുടെ ഈ ഒരു കൈവിട്ട കളിയുടെയും ഫലങ്ങൾ ഉയർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ എതിരാളികൾ ഉയർത്തിക്കാട്ടുന്നത്. ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞത് വിജയ്ക്കൊരു മുന്നറിയിപ്പ് നൽകി. വിജയ് നാളെ ഈ വീഡിയോ കണ്ടിട്ട് നന്നായി ഇവർ പറഞ്ഞത് എന്ന് ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ നമ്മുടെ പ്രാദേശിക ഭാഷയിൽ, ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോയവന്മാർ ഇവിടെയുണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലൊരു വിശകലനം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ള ന്യൂസ് കാർഡുകൾ നിങ്ങളുടെ ഫീഡിലും വരാറുണ്ടോ? വിജയ്ക്ക് കൊടുക്കാം നമുക്കൊരു കൈയടി എന്നുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.